നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെ എനിക്ക് ഈ വീഡിയോസ് അങ്ങോട്ട് ഫുള്ള് എഡിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി സമയം കളയണ്ട, നമുക്ക് പെട്ടെന്ന് അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇത് ഞങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു ഒരു സൈഡിൽ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യുവാണ്, ഒരു സൈഡിൽ ഫിഷ് ഫ്രൈ ചെയ്യുവാണ്. അങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ബോട്ടിൽ നിന്ന് പപ്പ കുറച്ച് ശംഖ്, ഞണ്ട്, കൊഞ്ച്, കണവ അങ്ങനെ കൊണ്ടുവന്നു. ആക്ച്വലി ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഈ ശംഖ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒരുപാട് മിസ് ചെയ്യും കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അധികമൊന്നും മേടിക്കാറില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ സീസൺ ടൈം ആകുമ്പോഴത്തേക്കും പപ്പ എപ്പോഴും എനിക്ക് കൊറിയർ അയച്ചു തരാറുണ്ട്. ഇപ്പം കഴിഞ്ഞ വട്ടവും കൊറിയർ ഇതൊക്കെ അച്ചാർ ചെയ്ത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് കൊഞ്ച്, കണവ എല്ലാം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പയ്ക്ക് പറ്റുന്ന എല്ലാം ബോട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നു. എന്നിട്ട് ഇതെല്ലാം പാക്ക് ചെയ്യുവാണ് കൊണ്ടുപോകാനായിട്ട്. ഇതെല്ലാം കൂടെ കറി വെച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞത് മമ്മിക്ക് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഫുൾ ബോയിൽ ചെയ്തിട്ടാണ് കൊണ്ടുപോയത്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പെട്ടിയിലെല്ലാം ഒതുക്കുമായിരുന്നു. ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഒതുക്കി വെക്കുന്ന എല്ലാം ലാസ്റ്റ് എടുത്ത് തിരിച്ച് വീട്ടിൽ തന്നെ വെക്കേണ്ടി വന്നു. കാരണം ഈ ഫ്രീസറിലുള്ള സാധനങ്ങളെല്ലാം, ഈ കറികളെല്ലാം എടുത്ത് പെട്ടിയിൽ വെച്ചപ്പം ഓവർ വെയിറ്റ് ആയിരുന്നു. അപ്പം നമ്മൾ ഈ കൊണ്ടുപോകാനുള്ള എണ്ണയും അരിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയൊക്കെ 2-3 കിലോളം എല്ലാം മാറ്റേണ്ടി വന്നു. ഇത് ഞങ്ങൾ ഇന്നലെ വെള്ളത്തിലിട്ട് പുഴുങ്ങിയ ശംഖാണ്. ഇന്ന് കുത്തിയെടുത്ത് ഇര എടുക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് ഈ തേങ്ങ എല്ലാം മില്ലിൽ കൊണ്ടുപോയി തിരിയിപ്പിച്ചിട്ട് അത് നമുക്ക് ഫ്രീസറിലാക്കണം. അപ്പോൾ പപ്പ മില്ലിലേക്ക് പോയി. ആ സമയത്ത് ഞങ്ങൾ ഈ ശംഖിനെ കുത്തിയെടുത്ത് വൃത്തിയാക്കുവാണേ. അതിൻ്റെ വേറെ കളയണം. ഞങ്ങൾ ഇങ്ങനെയാണ് കളയുന്നത്. കണ്ടില്ലേ, ഈ സാധനം നമുക്ക് അതിൻ്റെ വേസ്റ്റാണ്. അപ്പോൾ അത് കളയണം. അങ്ങനെ ഒരാൾ മാത്രം ഇരുന്നാൽ ഈ പണി തീരില്ല. അതുകൊണ്ട് ഞാനും കൂടി ഒന്ന് വൃത്തിയാക്കാനായിട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം ശംഖ് വൃത്തിയാക്കിയെടുത്തു. വൃത്തിയാക്കിയെടുക്കുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു. അങ്ങനെ കുറേ നേരം എടുത്തു കേട്ടോ ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. പക്ഷേ ഇതിൻ്റെ വിര ഫുള്ള് കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ ആയിരുന്നു, അപ്പം ഫുഡൊന്നും കഴിച്ചില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ പപ്പ വേറെ കുറച്ച് സാധനങ്ങളൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചൂടയും കണവയും കൊണ്ടുവന്നു. ഇനി നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മുടെ കണവയെല്ലാം ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്യുവാണ്. അങ്ങനെ അതെല്ലാം ചെയ്തിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. ഞാനും പപ്പായും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും മമ്മി
നമ്മൾ വൃത്തിയാക്കിയെടുത്ത ശംഖ് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കുപ്പിയിലാക്കി വെച്ചു, ബാക്കി കുറച്ചെടുത്ത് കറി വെച്ചിട്ടുണ്ട്. അതെല്ലാം തണുത്ത് കഴിഞ്ഞു. ഞങ്ങളത് കവറിലേക്ക് പാക്ക് ചെയ്യുവാണ്. ഞാൻ ഒരെണ്ണമെടുത്ത് കഴിച്ച് നോക്കിയിട്ട് കൊള്ളായിരുന്നു, സൂപ്പറാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ചു. വീട്ടിലെത്തിയപ്പോൾ മമ്മി കറി വെച്ചത് എല്ലാം നല്ലതുപോലെ തണുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമുക്ക് അത് പാക്ക് ചെയ്യണം. കുറച്ച് കണവ നമ്മൾ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പം അത് നമ്മൾ പാക്ക് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ രാവിലെ മില്ലിൽ തിരുങ്ങാൻ കൊടുത്തേക്ക് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതും എല്ലാം പാക്ക് ചെയ്യുവാണേ, ഓരോരോ സെപ്പറേറ്റ് കവറിലാക്കിയിട്ട്. പിന്നെ അന്ന് അവിടെ വീട്ടിൽ വെച്ച അയിലക്കറിയാണിത്. അയിലക്കറി മമ്മി എനിക്ക് വേണ്ടി ഒരു കുപ്പിയിലാക്കി തരുവാണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ചൂടയുണ്ടല്ലോ, അത് മമ്മി കറി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചൂടക്കറിയും തണുത്ത് കഴിഞ്ഞിട്ട് തന്നെ ഇതും പാക്ക് ചെയ്യുവാണേ. പിന്നെ ഇത് കൂടാതെ അവിടുന്ന് വീട്ടിൽ നിന്ന് മമ്മി കൊണ്ടുവന്ന ചക്കക്കറിയും കണമ്പ് കറി, ചിക്കൻ പൊരിച്ചത്, അങ്ങനെ കുറേ കറികളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഒരു മാസമായിട്ട് ഞാൻ ഇങ്ങനെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഫൈനലി ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്ത് തീർന്നിരിക്കുകയാണ്. ആക്ച്വലി ഇതൊരു വലിയൊരു ജോലി തന്നെയാണ്, ഈ വീഡിയോ എഡിറ്റിങ്ങും വോയിസ് കൊടുക്കുന്നതും. അപ്പോൾ എന്തായാലും ടാറ്റാ ബൈ ബൈ, പിന്നെ കാണാം.